300-ലൊക്കെ ഷുഗറുള്ള ആളുകൾക്ക് ഇതൊരു നോർമൽ റേഞ്ചിലോട്ട് തന്നെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഷുഗറിന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നവർ നമ്മളിൽ പലരും ഉണ്ട്. നമ്മുടെ വീടുകളിലാണെങ്കിലും ഒരാൾക്കെങ്കിലും ഇപ്പം ഷുഗർ ഇല്ലാത്തതായിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിലെ ചില റൂട്ടീൻസിലൊക്കെ വ്യത്യാസം വരുത്തുന്ന സമയത്ത് തന്നെ നമുക്കിതൊരു നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ഷുഗറിൻ്റെ ഒരു സെക്കൻഡ് ചോയ്സ് ആണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഫുഡ് റൂട്ടീൻസിലാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇതൊരു നോർമൽ റേഞ്ചിലോട്ട് വരും. ആ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടുന്ന ഒരു കണ്ടീഷനാണ്. നോർമലി ആദ്യത്തെ നാളുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ സിംറ്റംസും കാര്യങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കാറില്ല. കാരണം ഷുഗർ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടുമിക്ക സിംറ്റംസും പുറത്തോട്ട് വരുന്നത്. ആദ്യത്തെ നാളുകളിൽ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ അത്ര വലിയ കാര്യമാക്കി എടുക്കാറില്ല. കാരണം ഷുഗർ നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ കിടന്നാലും വലിയ സിംറ്റംസ് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ കുറച്ച് കാലമാകുന്ന സമയത്ത് നമുക്ക് ഓരോരോ ലക്ഷണങ്ങൾ വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് നേഴ്സിന് കംപ്ലൈൻറ്റ് വരിക, കൈക്കും കാലിനൊക്കെ തരിപ്പ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടാണ് നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് വളരെ നോർമലായിട്ട് വരാറുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെ മരുന്നില്ലാതെ കുറച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് മാക്സിമം മെഡിക്കേഷൻസ് ഒഴിവാക്കുക. നമുക്കറിയാം നമ്മുടെ കിഡ്നിക്കാണെങ്കിലും ലിവറിനാണെങ്കിലും എല്ലാം താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട്, അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരു 30 വയസ്സിലൊക്കെ ആളുകളിൽ ഈ ഡയബറ്റീസ് വരുന്നുണ്ട്. അന്ന് മുതലേ നിങ്ങൾ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര കാലത്തോളം നിങ്ങളിത് കഴിക്കണം. എന്നാലും നിങ്ങൾക്കൊരു നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ കുറച്ച് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഫുഡ് റൂട്ടീൻസിൽ വരുത്തേണ്ട ചേഞ്ചസ് ആണ്. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. തീരെ ഒട്ടും 0% ഷുഗർ ഉള്ള ഫുഡുകൾ നമുക്ക് ഒരുപാട് കഴിക്കാനുണ്ട്. അതായത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോർമലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മലയാളികൾ, ഒന്നെങ്കിൽ നമ്മൾ അരിയാഹാരം കൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളായിരിക്കും. അത് ഒന്നെങ്കിൽ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ ഇങ്ങനെയുള്ള ഫുഡുകളാണ്, അല്ലെങ്കിൽ പുട്ടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്നത്. ഇതിനൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് അനാവശ്യമായിട്ട് മെഡിക്കേഷൻസ് എടുക്കേണ്ട ആവശ്യകതയില്ല. അതായത് ഇപ്പോൾ നോർമലി നിങ്ങളിപ്പം ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ 4-5 ഇഡ്ഡലി എടുക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 2 ഇഡ്ഡലിയോട്ട് കൊണ്ടുവരിക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോട്ടീൻസ് കഴിക്കാം. കാരണം കാർബ്സ് വേണം, നമുക്ക് പ്രോട്ടീൻ വേണം, അതിൻ്റെ കൂടെ തന്നെ ഫാറ്റും കൂടി അത്യാവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എഗ്ഗ് നിങ്ങൾക്ക് എല്ലാ ദിവസവും എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഫാറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിപ്പം നല്ല ഹെൽത്തി ഫാറ്റ്സ് വരുന്നത് നട്ട്സിൽ നല്ല ഹെൽത്തി ഫാറ്റ്സ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും നട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ മുട്ടപ്പം കഴിക്കാൻ ഇഷ്ടമൊന്നുമില്ല ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 ഇഡ്ഡലിൻ്റെ കൂടെ ഒരു നേന്ത്രപ്പഴം നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നല്ലൊരു ഡയറ്റായിട്ട് രാവിലെ എടുക്കാം. പിന്നെ ഷുഗർ നിങ്ങൾ മാക്സിമം കട്ട് ചെയ്യണം. ഷുഗർ എന്ന് പറയുമ്പോൾ ചായയിൽ ഷുഗർ ഇടുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്നൊന്നും ചായ കുടിക്കുന്നില്ല എന്ന് കരുതും. എന്നാലും നിങ്ങൾക്കിപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടൊരു സദ്യ കഴിച്ചാൽ മതി. നിങ്ങൾ ആ രാവിലെ ചായയിൽ ഷുഗർ ഇടുന്നതും അതിനേക്കാളും കൂടുതൽ ഷുഗർ നിങ്ങളുടെ രക്തത്തിലോട്ട് റിലീസ് ആവും നിങ്ങളൊരു സദ്യ കഴിക്കുന്ന സമയത്ത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇതൊക്കെയൊക്കെ. ദോശയാണെങ്കിലും മാക്സിമം ഒരു 2 ദോശ നിങ്ങൾ എടുക്കുക. ഇല്ലെങ്കിൽ കൂടുതലും പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഡയബറ്റീസ് പേഷ്യൻറ്റിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അവരുടെ ബോഡി ഓൾറെഡി മെലിഞ്ഞ്, ചിലപ്പോൾ പെട്ടെന്ന് അവരുടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു പോയിട്ട് ഒറ്റയടിക്ക് അവർക്ക് ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോ ഒക്കെ കുറയാറുണ്ട് ഈ ഡയബറ്റീസ് കൂടുന്ന സമയത്ത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് അമിതമായിട്ടുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ കുറയുന്ന സമയത്താണ് ഇങ്ങനെ ഇൻസുലിൻ ഓവറായിട്ട് എന്താവും ആക്റ്റീവ് ആവുന്ന സമയത്ത് കൂടുതൽ ഫാറ്റൊക്കെ നമ്മുടെ ബോഡി തന്നെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് മെലിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ്റെ ആക്ടിവിറ്റി കുറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയും.
കുറയും. അപ്പോൾ ഇൻസുലിനെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നിങ്ങളോട് പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. മിനിമം നിങ്ങളൊരു 45 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ഷുഗറും കാര്യങ്ങളും നോർമലാക്കാം. എന്നാൽ ചില ആളുകളുണ്ട്, ഒരു സൈഡ് ആളുകൾക്ക് ഇത് അവർക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ ചില ആളുകളുണ്ട്, ഞാൻ മെഡിക്കേഷൻസ് മാത്രം എടുത്തിട്ട് എനിക്ക് ഷുഗർ നോർമലാക്കാൻ മതി, അവർക്ക് കൂടുതലായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കില്ല, പറ്റത്തില്ല. ചിലപ്പോൾ അവർ ബിസി ഷെഡ്യൂൾഡ് ലൈഫ് ആയിരിക്കാം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ. എങ്കിലും നമ്മൾ മാക്സിമം നമ്മളെ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറയുന്നത് ഒരു ഇൻ്റർവെൽ ടൈമാണ്. നിങ്ങൾ നോർമലി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് കുറയ്ക്കുമ്പോൾ നമുക്കൊരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. പ്രത്യേകമായിട്ട് ഷുഗർ പേഷ്യൻസിനോട് നമ്മൾ പറയുന്നത് ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് 6 നേരമായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഫുഡ് കഴിക്കുന്നതിന് പകരം 6 നേരമായിട്ട് വളരെ ചെറിയ അളവിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് ഈ ഒരു ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അനിവാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും നട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് ആയ മോരും വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കൂടുതലായിട്ടും മോര് അല്ലെങ്കിൽ തൈര് ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും നമ്മൾ മലയാളീസ് പ്രിഫർ ചെയ്യുന്നത് ചോറാണ്. നിങ്ങളിപ്പോൾ 1 കപ്പ് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു 214 കിലോ കാലോറീസ് എനർജി കിട്ടുന്നുണ്ട്. വൈറ്റ് റൈസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ ഒരു 53 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത്. എന്നാൽ നിങ്ങൾ ഈ ഒരു വൈറ്റ് റൈസിന് പകരം ഒരു ബ്രൗൺ റൈസ് ആണ് കഴിക്കുന്നത്, 1 കപ്പ് ബ്രൗൺ റൈസ് ആണ് കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത്, അതായത് 1 കപ്പ് ബ്രൗൺ റൈസിൽ വരുന്നത് ഒരു 200 കിലോ കലോറി എനർജി കിട്ടുന്നുണ്ട്. അതിൽ നമുക്കൊരു 43-45 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് താരതമ്യേന വൈറ്റ് റൈസിനെ വെച്ച് നോക്കുമ്പോൾ ബ്രൗൺ റൈസിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻറ്റിനോട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രൗൺ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചപ്പാത്തി എടുക്കുന്ന ആളുകളുണ്ട്, പെട്ടെന്നൊക്കെ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഉച്ചയ്ക്കും ചപ്പാത്തി കഴിക്കും, രാത്രിയും ചപ്പാത്തി കഴിക്കും. ചപ്പാത്തി എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ 1 ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി കിട്ടുന്നതെന്ന് പറയുന്നത് 100 ആ ഒരു റേഞ്ചിൽ കിലോ കലോറീസ് എനർജി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 15 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ്സ്. അപ്പം നിങ്ങളൊരു 4 ചപ്പാത്തി, വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 4 ചപ്പാത്തി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് വൈറ്റ് റൈസ് എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ബോഡിയിലോട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പം അതായത് 1 കപ്പ് വൈറ്റ് റൈസും 4 ചപ്പാത്തിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. അപ്പം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം, അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ മാക്സിമം 1 മുതൽ 2 ചപ്പാത്തി നിങ്ങൾക്ക് ഒരു നേരം കഴിക്കാം. ഇപ്പോൾ രാത്രി നിങ്ങൾ കഴിക്കുന്ന സമയത്താണെങ്കിലും ചപ്പാത്തി കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കരുത്. അതാണ് പ്രത്യേകം പറയാനുള്ളത്. പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യും. അതും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇല്ലെങ്കിൽ നല്ലൊരു അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾനെസ് തരുന്ന ഒരു ഫുഡാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മുട്ട നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി 2 മുട്ട കഴിക്കാം. രാവിലെ 2 ഇഡ്ഡലി മാത്രം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു നേന്ത്രപ്പഴം കഴിച്ചിട്ട് രാത്രി നിങ്ങൾക്ക് 2 മുട്ടയായിട്ട് മാത്രം കഴിക്കാവുന്നതാണ്. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഫുഡ് കൊണ്ടുപോവുക. ചായയിൽ മാക്സിമം ഷുഗർ കട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗർ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്കൊരു നോർമൽസിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോട്ടീൻസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ എടുക്കണം. കാരണം നമ്മൾ മാക്സിമം കാർബ്സ് കുറയ്ക്കുകയാണ്. കാർബ്സ് കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലോട്ട് വേണ്ട എനർജിക്ക് നമുക്ക് തരുന്നൊരു സോഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സും ആണ്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയർ, കടല, മുട്ട, ചിക്കൻ, മാംസത്തിൽ പ്രോട്ടീൻസ് കൂടുതലാണ്. അപ്പോൾ മാംസം നിങ്ങൾക്ക് ചിക്കനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാം. ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വരുന്ന ആ കറുത്ത ആ ഒരു ലെയർ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വേവിച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തിട്ട് കഴിക്കാം. നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചിട്ട് കഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ റെഡ് മീറ്റൊക്കെ ആണെങ്കിൽ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് ഷുഗർ പേഷ്യൻസിന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ നട്ട്സുകൾ, അതുപോലെ തന്നെ സീഡുകൾ,
അപ്പം പംകിൻ സീഡ്സും ചിയ സീഡ്സും ഇങ്ങനെയുള്ള സീഡുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു 1 മന്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഷുഗർ ഒരു നോർമൽ റേഞ്ചിലോട്ട്, ഫാസ്റ്റിങ്ങിലൊക്കെ ആവുന്ന സമയത്ത് നോർമൽ റേഞ്ചിലോട്ട് വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നതിൻ്റെ മുൻപ് തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ HbA1c 3 മാസത്തെ ഒരു ആവറേജ് ഷുഗറിൻ്റെത് ചെക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മെഡിക്കേഷൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റും കാര്യങ്ങളും ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് തരാൻ വേണ്ടി സാധിക്കും. നിങ്ങളിത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. കാരണം ഒട്ടുമിക്ക പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത് കൈക്കും കാലിനും തരിപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ്. അതിനുള്ള ഒരു മെയിൻ റീസൺ നിങ്ങളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണോ രക്തക്കുഴലുകളില്ല അങ്ങോട്ടൊക്കെ ഷുഗർ പോയി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കും കാര്യങ്ങളും വരുന്നു, ഞരമ്പുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത് നോക്കണം. അതുകൊണ്ടാണ് എല്ലാവരോടും ഒരു 6 മന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. പാരമ്പര്യമായിട്ട് ഷുഗർ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക. ഓക്കെ, എനിക്കും വരാൻ ചാൻസ് ഉണ്ട്, ഭക്ഷണം കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. കാരണം നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഏർലി ആയിട്ട് എത്ര പോസിബിളായിട്ട് നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറച്ചു എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അനാവശ്യമായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡയറ്റ് ഒന്നും എടുക്കുന്നില്ല, മെഡിക്കേഷൻസ് മാത്രമാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം എടുക്കും ഇതൊന്ന് നോർമലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഇൻസുലിനിലോട്ട് കയറേണ്ടി വരും. മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ ഒട്ടുമിക്ക ആളുകളും നന്നായിട്ട് ഭക്ഷണം കഴിക്കും. മറ്റൊരു വിഭാഗം ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നാണ്, ഓക്കെ ഞാൻ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്, വലിയ പ്രശ്നമല്ല, കഴിച്ചേക്കാം, ലഡു കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വീറ്റ്സ് എല്ലാം എടുത്ത് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ എങ്ങനെ മെഡിക്കേഷൻസ് കുറച്ചുകൊണ്ട് വരണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് ഭാവിയിൽ വരുന്ന അസുഖങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറച്ച് കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യണം. അതിപ്പോൾ നടത്തം കുറച്ച് പ്രായമായ ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഹിറ്റ് എക്സസൈസ് ഒക്കെ ഉണ്ട്. അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ബോഡിക്കായിട്ട് കൊടുക്കുന്ന എക്സസൈസ് ആണ്. അപ്പം നമ്മുടെ എല്ലാ മസിൽസും കാര്യങ്ങളും മൂവിങ്ങും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ കുറച്ച് പ്രായമായ ആളുകൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് എന്ത് ചെയ്യുക, നന്നായിട്ട് നടക്കുക. അപ്പോൾ രാവിലെ ഒരു 15 മിനിറ്റ് നടക്കുക, വൈകുന്നേരം നടക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും കയ്യും ഒക്കെ നന്നായിട്ട് വീശി നല്ല വിയർക്കുന്ന രീതിയിൽ നടന്നിട്ട് വരിക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് നോർമലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ പതുക്കെ അതൊക്കെ കുറച്ച് ഡോസൊക്കെ കുറച്ച് മെഡിക്കേഷനൊക്കെ കുറച്ചിട്ട് ഇതൊരു നോർമൽ സ്റ്റേജിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഈ ഷുഗർ നോർമലായി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഷുഗർ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അതിൻ്റെ കൂടെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ചായയൊക്കെ കുടിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. അപ്പം ഞാനീ പറഞ്ഞത് ഒരുപാട് മെഡിക്കേഷൻസ് നമുക്ക് ആയുർവേദത്തിലാണെങ്കിലും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ദിനചര്യാസൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ നോർമലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മളിൽ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പെട്ടെന്ന് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ടിപ്സും കാര്യങ്ങളും കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും 300-ലൊന്നും കിടക്കുന്ന ഷുഗർ ഒന്നും നോർമലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിന് നമ്മൾ മെയിനായിട്ടും എഫേർട്ട് എടുക്കുക തന്നെ വേണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എടുക്കാൻ ഷുഗറുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യം വളരെ നോർമലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഇപ്പം ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്, അപ്പോൾ കറുവപ്പട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഡെയിലി എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട്സ് പോലെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ ഭക്ഷ്യവസ്തുക്കളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ മാക്സിമം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും ഈ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ ഇതിൽ നല്ല ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഡയറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക്
നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.